പീതവർണ്ണത്തിൽ പൂപ്പന്തലൊരുക്കിയ വീട്ടുമുറ്റം. വിടർന്ന പൂക്കളിൽ തേൻ നുകരാനെത്തുന്ന ചിത്രശലഭങ്ങളും തേനീച്ചയും. തല ഉയർത്തി നിൽക്കുന്ന തെങ്ങിനെ ചുറ്റിപ്പുണരുന്ന പൂക്കൾ. എങ്ങും മനം മയക്കുന്ന മഞ്ഞ നിറം. മീനങ്ങാടി അമ്പലവയൽ പാതയിൽ കുമ്പളേരിക്ക് സമീപമാണ് ഈ പൂവീട്. ഇതുവഴി യാത്ര ചെയ്യുന്നവർ വണ്ടി നിർത്തി ഫോട്ടോ എടുത്താണ് മടങ്ങുന്നത്. അത്ര ഭംഗിയാണ് വീട്ടുമുറ്റത്തെ ഈ പൂപ്പന്തലിന്. കുമ്പളേരി എടപ്പാട് പുത്തൻപുരയിൽ മനോജിന്റെ വീട്ടുമുറ്റത്ത് 4 വർഷം മുമ്പ് നട്ടതാണ് ക്യാറ്റ്സ് ക്ലോ എന്ന പൂച്ചെടി. ഈ കൊല്ലാണ് വളരെ മനോഹരമായിട്ട് പൂത്തത്. ഈ തെങ്ങിന്റെ മേലെ വരെ ഇത്ര പൂത്ത് നല്ല മനോഹരമായി. അത് കാണാൻ ഒത്തിരി പേര് വന്നു. ഒത്തിരി പേര് വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുകയും കുറെ ചെടീന്റെ വേരും ചെടീന്റെ തണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അതിന്റെ കൂടെ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. കഴിഞ്ഞ വർഷം പൂവിട്ടെങ്കിലും ഇത്രയേറെ പൂത്തുലയുന്നത് ഇത്തവണയാണ്. പൂക്കൾ കൊഴിഞ്ഞാലും പച്ച നിറത്തിലുള്ള ചെടി വീട്ടുമുറ്റത്തിന് അലങ്കാരമാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്. വയനാട് നിന്നും എം കമൽ ചേരുന്നു നമ്മുടെ കൂടെ. കമൽ, ഗുഡ് മോർണിംഗ്. അതിമനോഹരം എന്നൊക്കെ ഒരു വാക്കിൽ പറഞ്ഞാൽ അത് മതിയാവുമോ എന്നറിയില്ല. എങ്കിലും അത് നേരിട്ട് കാണണമെന്നൊരു കൊതി തോന്നുന്നു. നേരിട്ട് കണ്ട ആളെന്നുള്ള നിലയ്ക്ക് കമലിന്റെ ഒരു അനുഭവം അത് നമുക്ക് പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പങ്കുവയ്ക്കൂ കമൽ. മോത്തി, ഗുഡ് മോർണിംഗ്. ആ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് പോരാൻ തോന്നില്ല, ആരെയും മനം കവരുന്ന കാഴ്ചയാണ്. പക്ഷേ അതിൽ ആകെയുള്ളൊരു പ്രശ്നം 2-3 ദിവസമേ ഈ പൂക്കൾക്ക് ആയുസുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ആ ചുരുങ്ങിയ സമയം കൊണ്ട് അതിലൂടെ യാത്ര ചെയ്യുന്നവരെയും ആ വഴിയാത്രക്കാരെയും എല്ലാവരെയും ആകർഷിക്കുകയാണ്. മനോജ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം. അതാണ് വീട്ടുകാരും പറയുന്നത്. എന്തായാലും ഈ ഇത്രയും ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ ഇപ്പോൾ തിരുവനന്തപുരത്തോ കോഴിക്കോടോ ഉള്ള അത്ര ചൂടില്ലെങ്കിൽ പോലും വയനാട്ടിലും കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ഉച്ച സമയത്തൊക്കെ കൊടും വെയിലാണ്. ആ വെയിലത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പൂക്കളും പച്ചപ്പും ഒക്കെ കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സ് സന്തോഷിക്കും. അതുകൊണ്ട് തന്നെയാണ് ആളുകളൊക്കെ വാഹനം നിർത്തി ഫോട്ടോയൊക്കെ എടുക്കുന്നത്. എടക്കൽ ഗുഹയിലേക്കൊക്കെയുള്ള ടൂറിസ്റ്റുകളൊക്കെ കടന്നു പോകുന്ന വഴിയാണ്. എല്ലാവരും വീട് ശ്രദ്ധിച്ച് തന്നെയാണ് പോകുന്നത്. മിക്കവരും നിർത്തി ഫോട്ടോ എടുത്തൊക്കെയാണ് പോകുന്നത്. എന്തായാലും മോത്തിക്ക് നേരിട്ട് കാണാൻ ഇത്തവണ അവസരമില്ല. അടുത്ത വർഷം വരികയാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം. കാരണം ഞാൻ പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ ഈ പൂക്കൾ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകും മോത്തി.